പെഹൽഗാം ഭീകരാക്രമണം എൻഐഎക്ക് കൈമാറിക്കൊണ്ട് ഉത്തരവിറങ്ങിയിരിക്കുകയാണ്. പി ബസന്ത് നൽകും കൂടുതൽ വിവരങ്ങൾ. ബസന്ത്, പെഹൽഗാമിൽ കടുത്ത നടപടികളിലേക്ക് ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നീങ്ങുന്നു. എൻഐഎക്ക് തന്നെയായിരുന്നു ഇതിന്റെ അന്വേഷണം. നിർണായകമായിട്ടുള്ള നടപടികളിലേക്ക് കൂടി കടക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ എൻഐഎക്ക് കൈമാറിക്കൊണ്ട് ഈ അന്വേഷണത്തിന്റെ ഉത്തരവ് കൂടി ഇറങ്ങിയിരിക്കുകയാണ്. ബസന്ത്, വിവരങ്ങൾ. പെഹൽഗാമിലെ ഭീകരാക്രമണം എൻഐഎക്ക് കൈമാറി ഔദ്യോഗികമായിട്ട് എൻഐഎ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് അല്പസമയം മുമ്പ് ഇറങ്ങി. എൻഐഎ നേരത്തെ തന്നെ ഈ അന്വേഷണം ആരംഭിച്ചിരുന്നു. ഭീകരാക്രമണങ്ങൾ അന്വേഷിക്കുന്നതിനുള്ള ഏജൻസിയാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. അതേസമയം സംഭവമുണ്ടായ അന്ന് തന്നെ എൻഐഎ സംഘം അവിടെ സ്ഥലം പരിശോധനയ്ക്കും മറ്റുമായി എത്തിയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ തന്നെ എൻഐഎ സംഘങ്ങൾ ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളുടെ നിന്നും മൊഴിയെടുക്കുന്നുണ്ടായിരുന്നു. ദൃക്സാക്ഷികളെയും, അതായത് മറ്റ് ടൂറിസ്റ്റുകൾ, അവിടെ ജോലിക്കുണ്ടായിരുന്നവർ, ഇവരിൽ നിന്നെല്ലാം തന്നെ എൻഐഎ തെളിവെടുപ്പ് അല്ലെങ്കിൽ മൊഴിയെടുപ്പ് തുടങ്ങിയിരുന്നു. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അവിടെ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. മാത്രമല്ല സ്ഥല പരിശോധനയും എൻഐഎയുടെ നേതൃത്വത്തിൽ നേരത്തെ തന്നെ ആരംഭിച്ചതാണ്. ഇത് ഔദ്യോഗികമായിട്ട് എൻഐഎക്ക് കൈമാറിക്കൊണ്ടുള്ള തീരുമാനമാണ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വിവിധ യൂണിറ്റുകളാണ് എൻഐഎക്ക് വേണ്ടി ഇത് മൊഴിയെടുക്കുന്നത്. ബംഗാളിലും കേരളത്തിലും ഗുജറാത്തിലും അതുപോലെ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലുമുള്ള കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളുമായി എൻഐഎ സംഘം ബന്ധപ്പെട്ട് വരികയാണ്. ഇനി ഔദ്യോഗികമായിട്ട് ഇതിന്റെ കേസ് രജിസ്റ്റർ ചെയ്ത് മറ്റു നടപടികളിലേക്ക് എൻഐഎ നീങ്ങും. മാത്രമല്ല, ഇതിൽ 4 ഭീകരർക്കായുള്ള തെരച്ചിൽ ഇപ്പോൾ ശക്തമാക്കിയിട്ടുണ്ട്. അനന്തനാഗ് പോലീസാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. അനന്തനാഗ് പോലീസ് ഈ 4 ഭീകരരെയും കുറിച്ചുള്ള വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ വീതം ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻഐഎ കേസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇനി എൻഐഎയുടെ അന്വേഷണ ചുമതലയിലേക്ക് ഇത് മാറും. ഓക്കെ, പഹൽഗാം ഭീകരാക്രമണം എൻഐഎക്ക് ഔദ്യോഗികമായി കൈമാറിക്കൊണ്ട് ഉത്തരവിറക്കിയിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയം. വിവരങ്ങളാണ് പി ബസന്ത് നൽകിയത്.